നമസ്കാരം, എൻ്റെ പേര് ശശികുമാർ. എങ്ങനെയാണ് ശരിയായ സ്ഥലത്ത് ഡ്രില്ലിങ്ങും റീമിങ്ങും ഉപയോഗിച്ച് ഹോൾ ഉണ്ടാക്കുന്നത്, ഡോൾബിൻ, സ്റ്റഡ്, ബോൾട്ട് എന്നിവയുടെ ഫിറ്റിംഗ് തുടങ്ങിയവയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഡെമോൺസ്ട്രേഷന് ശേഷം ഡ്രോയിങ് പ്രകാരമുള്ള സൈസിൽ ഫയൽ ചെയ്യാനും ഹോൾ ലൊക്കേഷൻസ് മാർക്ക് ചെയ്ത് പഞ്ച് ചെയ്യാനും ഡ്രോയിങ് പ്രകാരം ഡ്രിൽ, റീം, കൗണ്ടർ ബോർ എന്നിവ ചെയ്യാനും ബോൾട്ടിനെയും സ്റ്റഡിനെയും ഫിറ്റ് ചെയ്യാനും M6 ഇന്റേണൽ ത്രെഡ് മുറിക്കാനും ഡ്രോയിങ് പ്രകാരം അസംബിൾ ചെയ്യാനും നിങ്ങൾക്ക് കഴിയും. ആവശ്യമായ ടൂൾസ്: വെർനിയർ ഹൈറ്റ് ഗേജ്, വെർനിയർ കാലിപ്പർ, ആവശ്യമുള്ള എക്യുപ്മെന്റ്സ്: ലാത്ത് മെഷീൻ, ആവശ്യമുള്ള മെറ്റീരിയൽസ്: റോ മെറ്റീരിയൽ, ഓയിൽ. ഈ ജോബ് ആരംഭിക്കുന്നതിന് മുൻപ് ഇനി പറയാൻ പോകുന്ന പ്രിലിമിനറി ചെക്കുകൾ ചെയ്യുക. ആദ്യം സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് റോ മെറ്റീരിയൽ പരിശോധിക്കുക. ഓവർസൈസ് പാരലലിസവും പെർപെൻഡിക്കുലാരിറ്റിയും നിലനിർത്തി പാർട്ട് 1 ഫയൽ ചെയ്യുക. ഓവറോൾ സൈസ് പാരലലിസവും പെർപെൻഡിക്കുലാരിറ്റിയും നിലനിർത്തി പാർട്ട് 2 ഫയൽ ചെയ്യുക. ഓവറോൾ സൈസ് പാരലലിസവും പെർപെൻഡിക്കുലാരിറ്റിയും നിലനിർത്തി പാർട്ട് 3 ഫയൽ ചെയ്യുക. 3 പാർട്ടുകളും ഫയൽ ചെയ്തതിനു ശേഷം മാർക്കിങ്ങിന് വേണ്ടി എല്ലാ പാർട്ടുകളും പ്രിപ്പയർ ചെയ്യുക. ഡ്രോയിങ് പ്രകാരം വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് പാർട്ട് 1 മാർക്ക് ഓഫ് ചെയ്യുക. ഡ്രോയിങ് പ്രകാരം വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് പാർട്ട് 2 മാർക്ക് ഓഫ് ചെയ്യുക. ഡ്രോയിങ് പ്രകാരം വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് പാർട്ട് 3 മാർക്ക് ഓഫ് ചെയ്യുക. വെർനിയർ ഉപയോഗിച്ച് മാർക്കിംഗ് ഓഫ് ചെയ്തതിനു ശേഷം അടുത്തതായി പഞ്ചിങ് ആണ് ചെയ്യേണ്ടത്. പാർട്ട് 1-ൽ വിറ്റ്നസ് മാർക്ക് പഞ്ച് ചെയ്യുക. പാർട്ട് 2-ൽ വിറ്റ്നസ് മാർക്ക് പഞ്ച് ചെയ്യുക. പാർട്ട് 3-ൽ വിറ്റ്നസ് മാർക്ക് പഞ്ച് ചെയ്യുക. എല്ലാ പാർട്ടുകളും ഫയൽ ചെയ്ത് റോ മെറ്റീരിയൽ പരിശോധിച്ചതിനു ശേഷം വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് മാർക്ക് ചെയ്തതിനു ശേഷം മാത്രമാണ് വിറ്റ്നസ് മാർക്ക് പഞ്ച് ചെയ്യുന്നത്. പ്രിലിമിനറി പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എക്സസൈസ് തുടങ്ങാൻ പാടുകയുള്ളൂ. ഡ്രില്ലിംഗ് മെഷീനിൽ തീറ്റ 5.8 mm ഡ്രിൽ ഉറപ്പിച്ച് ഹോൾ ഡ്രിൽ ചെയ്യുക. പാർട്ട് 1, 2 എന്നിവയിലെ ഈ ഹോളുകൾ തീറ്റ 6 mm റീമർ ഉപയോഗിച്ച് റീം ചെയ്യുക. റീംഡ് ഹോൾ സോഫ്റ്റ് ക്ലോത്ത് വെച്ച് കഴുകി തീറ്റ 6 mm ഡവൽ പിൻ ഫിക്സ് ചെയ്യുക. അതുപോലെ ഫിഗർ 1-ൽ കാണിച്ച പോലെ പാർട്ട് 1, 2-ൽ അതേ സെറ്റിങ്ങിലുള്ള മറ്റൊരു തീറ്റ 6 mm ഡവൽ പിൻ ഡ്രിൽ ചെയ്ത് റീം ചെയ്ത് ഫിറ്റ് ചെയ്യുക. ശേഷം ഡ്രില്ലിംഗ് മെഷീനിൽ തീറ്റ 5 mm ഡ്രിൽ ഫിക്സ് ചെയ്ത് M6 ഹെക്സഗൺ ബോൾട്ട് അസംബ്ലിയിൽ തീറ്റ 5 mm ഡ്രിൽ ഹോൾ ഡ്രിൽ ചെയ്യുക. അതുപോലെ പാർട്ട് 1-ലും 2-ലും മറ്റൊരു M6 ഹെക്സഗൺ ബോൾട്ട് അസംബ്ലിയിൽ തീറ്റ 5 mm ഡ്രിൽ ഹോൾ ഡ്രിൽ ചെയ്യുക. ഡ്രോയിങ്ങിൽ കാണിച്ച പോലെ M6 അലൻ ബോൾട്ട് ഹെഡ് സൈഡിന്റെ ഡെപ്ത് വരെ പാർട്ട് 1 കൗണ്ടർ ബോർ ചെയ്യുക. പാർട്ട് 1-ഉം പാർട്ട് 2-ഉം സെപ്പറേറ്റ് ചെയ്യുക. ഡ്രില്ലിംഗ് മെഷീനിൽ
കൗണ്ടർ സിങ്ക് ടൂൾ ഹോൾഡ് ചെയ്ത് പാർട്ട് 2ന്റെ ഇരു സൈഡിലും കട്ടിംഗ് ഇന്റേണൽ ത്രെഡ് ഉള്ള സ്ഥലത്ത് 1:45 തീറ്റ കൗണ്ടർ സിങ്ക് ചെയ്യുക. പാർട്ട് 2വിൽ മാത്രമാണ് ത്രെഡ് കട്ട് ചെയ്തിരിക്കുന്നത്. പാർട്ട് 2വിൽ ഹെക്സഗൺ ബോൾട്ടുകളുള്ള സ്ഥലത്ത് M6 ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യുക. ബേഴ്സ് ഇല്ലാതെ ത്രെഡ് കഴുകുക. അങ്ങനെ നമ്മൾ ശരിയായ രീതിയിൽ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും നിർമ്മിച്ചിരിക്കുന്നു. ഇനി മൂന്നാമത്തെ പാർട്ട് ഇൻസേർട്ട് ചെയ്യാം. പാർട്ട് 1, 2 എന്നിവ റിസംബിൾ ചെയ്യുക. ഫിഗർ 2 പ്രകാരം പാർട്ട് 3 സെറ്റ് ചെയ്ത് പാരലൽ ക്ലാമ്പ് കൊണ്ട് ക്ലാമ്പ് ചെയ്യുക. ശേഷം ഡ്രില്ലിംഗ് മെഷീനിൽ തീറ്റ 5.8 mm ഡ്രിൽ ഫിക്സ് ചെയ്ത് പാർട്സ് 1, 3 എന്നിവയിലെ ഡബിൾ പിൻ അസംബിൾ ചെയ്യാനായി തീറ്റ 6 mm ഹോൾ ഡ്രിൽ ചെയ്ത് റീം ചെയ്യുക. 5 mm ഡ്രിൽ ഫിറ്റ് ചെയ്ത് പാർട്ട് 1, 3 എന്നിവയിലെ സ്റ്റഡുകളുടെ സ്ഥലത്ത് 2 ഹോളുകൾ ഡ്രിൽ ചെയ്യുക. പാർട്ട് 1ഉം പാർട്ട് 3യും സെപ്പറേറ്റ് ചെയ്യുക. തീറ്റ 6 mm ഡ്രിൽ ഫിക്സ് ചെയ്ത് പാർട്ട് 1ൽ ഹോൾ ഡ്രിൽ ചെയ്യുക. പാർട്ട് 3യിൽ 1:45 തീറ്റ കൗണ്ടർ സിങ്ക് ചെയ്ത് M6 ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യുക. പാർട്ട് 3യിൽ മാത്രമാണ് ത്രെഡ് കട്ട് ചെയ്തിരിക്കുന്നത്. ത്രെഡ് കഴുകി പാർട്ട് 1മായി പാർട്ട് 3 റീഅസംബിൾ ചെയ്യുക. പ്ലെയിൻ വാഷിനൊപ്പം M6 ബോൾട്ട് ഉറപ്പിച്ച് ശരിയായ സ്പാനർ ഉപയോഗിച്ച് മുറുക്കുക. പാർട്ട് 1, 2, 3 എന്നീ പാർട്ടുകൾ ഡിസേബിൾ ചെയ്ത് ഫയൽ ഉപയോഗിച്ച് ഫിനിഷ് ചെയ്ത് ജോബിന്റെ സർഫേസുകളിൽ എല്ലാം ഡീബർ ചെയ്യുക. പാർട്ട് 1, 2, 3 എന്നീ പാർട്ടുകൾ ഡവൽ പിന്നുകൾ, ഹെക്സഗൺ ബോൾട്ടുകൾ, സ്റ്റഡുകൾ, നട്ടുകൾ ഉപയോഗിച്ച് റീഅസംബിൾ ചെയ്യുക. നമ്മൾ എല്ലാ പാർട്ടുകളും ഡവൽ പിന്നുകൾ, ഹെക്സഗൺ ബോൾട്ടുകൾ, സ്റ്റഡുകൾ, നട്ടുകൾ എന്നിവ ഉപയോഗിച്ച് റീഅസംബിൾ ചെയ്തുകൊണ്ട് ഇനി കുറച്ച് ഓയിൽ പുരട്ടിയതിനു ശേഷം ഇവാലുവേഷന് വേണ്ടി ജോബ് തയ്യാറാക്കുക. ഇനി ഇതുവരെ നമ്മൾ പഠിച്ചതെന്ന് ഓർത്തെടുക്കാം. ഡ്രോയിങ് പ്രകാരമുള്ള സൈസ് ഫൈൽ ചെയ്യുവാനും ഹോൾ ലൊക്കേഷൻസ് മാർക്ക് ചെയ്ത് പഞ്ച് ചെയ്യുവാനും ഡ്രോയിങ് പ്രകാരം ഡ്രിൽ, റീം, കൗണ്ടർ ബോർ എന്നിവ ചെയ്യാനും ബോൾട്ടിനെയും സ്റ്റഡിനെയും ഫിറ്റ് ചെയ്യാൻ M6 ഇന്റർണൽ ത്രെഡ് മുറിക്കാനും ഡ്രോയിങ് പ്രകാരം അസംബിൾ ചെയ്യുവാനും നമ്മൾ മനസ്സിലാക്കിയിരിക്കും. അങ്ങനെ എങ്ങനെയാണ് ശരിയായ സ്ഥലത്ത് ഡ്രില്ലിങ്ങും റീമിങ്ങും ഉപയോഗിച്ച് ഹോൾ ഉണ്ടാക്കുന്നത്, ഡബിൾ പിൻ, സ്റ്റഡ്, ബോൾട്ട് എന്നിവയുടെ ഫിറ്റിംഗ് തുടങ്ങിയവയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു ഇൻസ്ട്രക്ടറിന്റെ സഹായത്തിന്റെ കൂടെ ഈ എക്സസൈസ് പരിശീലിക്കുക.